ദാവീദ് ഡയറക്റ്റഡ് ബൈ ഗോവിന്ദ് വിഷ്ണു. ഡെബ്യൂ മൂവിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കരിക്കില്ല സാമർത്ഥ്യശാസ്ത്രത്തിലുള്ള ആ നടിയും പിന്നെ ആ റിസോർട്ട് ഓണറായിട്ട് വരുന്ന മച്ചാനും ഒക്കെ ഈ സിനിമയിലുണ്ട്. അപ്പോൾ അവർ ഫ്രണ്ട്സാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ ക്യാരക്ടർ ഈ സിനിമയിൽ എന്തിനായിരുന്നു എനിക്ക് മനസ്സിലായില്ല. ആദ്യത്തെ ഒരു 20 മിനിറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എങ്ങോട്ട് ഇങ്ങനെ പോകണത്, ഈ പടം ഇതെന്താ ഇങ്ങനെ പോകണമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്ന്. കുറേ അൺനെസസറി ആയിട്ടുള്ള കുറച്ച് സീനുകളും അതുപോലെ പെപ്പേന ഒരു പഴയ റോമൻ എംപയറിലുള്ള ദാവീദ് മറ്റേ രാജാവൊക്കെ ആയിട്ട് കാണിച്ചുകൊണ്ടുള്ള കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തേടി ഇങ്ങനെ പോകണേന്നൊക്കെ വിചാരിച്ചിരുന്നു. ആ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് പടം ഒരു പോക്കുണ്ട്. ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഇൻട്രവൽ പഞ്ച് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതേ സൽമാൻ്റെ സുൽത്താൻ എന്നുള്ള സിനിമയാണ്. സംഭവം ഒരു അടിപൊളി അറ്റംപ്റ്റ് ആണ് മലയാളത്തിൽ. പെപ്പെ അറിഞ്ഞ് പണിയെടുത്തിട്ട് മേലനങ്ങി നല്ല സെറ്റായിട്ട് ഇതിനകത്ത് ഈ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആഷിഖ് അബു എന്നാണ് ഇതിനകത്ത് പെപ്പയുടെ ക്യാരക്ടറിൻ്റെ പേര്. ലിജിമോൾ ജോസ് വൈഫായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിയുണ്ട്, നമ്മൾ കുറേ സിനിമയിൽ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട്. ഏത് സിനിമ പെട്ടെന്ന് ആലോചിച്ച് എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ ആ മോള് ചെയ്തിരിക്കുന്ന റോള് അടിപൊളിയായിട്ടുണ്ട്. പെപ്പയുടെ മോളായിട്ട് ചെയ്തിരിക്കുന്നത് അവർ തമ്മിലൊരു വൈബുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ അതുപോലെ ഇതിനകത്ത് വിജയരാഘവൻ ചേട്ടൻ ഒരു രക്ഷയില്ലടി, എന്താ ഓറ മനുഷ്യന്. പുള്ളി ഇപ്പം വേറെ സീനാണ്. ഈ പടത്തിൽ ആശാനായിട്ടുള്ള റോള് പുള്ളി കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്കമാലി ഡയറീസിലുള്ള കുറേ പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. രസമായിട്ടുള്ള ഒരു പടം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ. ഇത് വേറെ ലെവലിലെ പടം അങ്ങനെയൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഈ സിനിമയിൽ കുറച്ച് മൂമെന്റ്സ് ഉണ്ട്, ആർത്ത് കൈയടിക്കാൻ മാതിരിയുള്ള രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ എന്തോ ചെയ്ത സിനിമ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അവിടെ ചോദിച്ചപ്പോഴേക്കും എല്ലാവരും 10 കോടി രൂപ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ആ ബഡ്ജറ്റിന് ഈ പടം കിടുവടെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഞാൻ ആലോചിക്കുമ്പോൾ ഇതൊരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ്. ഒരു സ്പോർട്സ് ഡ്രാമ മൂവി കാണുമ്പോൾ നമുക്ക് എന്താ തോന്നേണ്ടത്? കൈയടിക്കാൻ തോന്നണം, രോമാഞ്ചം വരണം, എൻ്റർടൈൻഡ് ആവണം. ഈ കാര്യങ്ങളെല്ലാം ഈ സിനിമയിലുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമയുടെ തുടക്കത്തിലുള്ള കുറച്ച് അൺനെസസറി സീൻസും അവിടെ ഇവിടെയൊക്കെയുള്ള ചെറിയ ചെറിയ കുറച്ച് പരിപാടികൾ എഡിറ്റ് ചെയ്ത് മാറ്റിയിരുന്നെങ്കിൽ പടം വേറെ ലെവലിൽ ഞാൻ പറഞ്ഞേനെ. അപ്പോഴും ഞാൻ പറയണേ ഈ സിനിമയുടെ വലിയൊരു പ്ലസ് പോയിന്റ് ഇതിലെ വില്ലനും കൂടിയാ. പുറംരാജ്യത്തു നിന്നുള്ള ഒരു നടനാണ്. എവിടെയോ പുള്ളിനെ കണ്ടിട്ടുണ്ട്, ഏത് പടത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകാനുള്ള രസമുള്ളൊരു വില്ലനാണ്. ആൾ വളരെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു സിനിമ വരുമ്പോൾ ആ ഒപ്പോണന്റ്, ഇപ്പം നമ്മൾ റോക്കിയൊക്കെ കാണുമ്പോൾ റോക്കിയുടെ ഒപ്പോണന്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ അത്രത്തോളം ഓർത്തിരിക്കും. ഇപ്പം റുഡോൾഫ് എന്താണ് പുള്ളിയുടെ പേര് മറന്നുപോയാല, നമ്മുടെ ലൻഗ്രീൻ പുള്ളി, ഒയ്യോ ഡോൾഫ് ലൻഗ്രീൻ പുള്ളിയുടെ പേര് എനിക്ക് വായിൽ വരുന്നത്, റുഡോൾഫ് ലൻഗ്രീൻ അങ്ങനെ എന്താണ് ആ നടൻ്റെ പേര്. അത്രയും നിങ്ങൾക്ക് ആ നടനെ ഓർത്തിരിക്കും നിങ്ങൾ. അതുപോലെയാണ് ഇതിനകത്ത് ഇത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഹൊമാജ് ടു റോക്കി എന്ന് വേണേൽ പറയാം. ആ രീതിയിൽ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയണം, ഇങ്ങനെ പറയുമ്പോഴേക്കും നിങ്ങൾ റോക്കി ലെവൽ പ്രതീക്ഷിക്കരുത്. എന്നാലും ഞാൻ പറയാണ് ഇതൊരു സുൽത്താൻ ലെവലിൽ സംഭവം വന്നിട്ടുണ്ട്. സുൽത്താൻ്റെ ബഡ്ജറ്റൊക്കെ ഭയങ്കര ഹൈ ആയിരുന്നു. അത് അത്രത്തോളം എന്താ പറയുക ആ ബഡ്ജറ്റിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ ലെവലിൽ എത്തിയ പടമാണ്. എനിക്ക് പേഴ്സണലി സുൽത്താൻ ഭയങ്കര വർക്കായ പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിൽ പിന്നെ മറ്റേ കിക്ക് ബോക്സിങ് കൂടിയുണ്ട്. ഇതിനകത്ത് അതില്ല, നോർമൽ ബോക്സിങ് ആണ്. പക്ഷേ ഇവിടെ അടിപൊളിയുടെ എനിക്ക് പടം വർക്കായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് രോമാഞ്ചം വന്നു പലയിടങ്ങൾ. എനിക്ക് പെപ്പയുടെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പെപ്പ നന്നായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. ഞാനായിട്ട് പെപ്പയുടെ സിനിമ കാണാൻ വരുമ്പോണ്ടല്ലോ, ആന്റണി വർഗീസ് പെപ്പ എന്നുള്ള മനുഷ്യൻ്റെ പടം കാണാൻ വരുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് കിൻഡൽ ഇടിയാണ്. അതെനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടി. ഇത്തവണ വെറുതെ ഉള്ള കിൻഡൽ ഇടി കൂടാണ്ട് പക്ക ഒരു ഇങ്ങനെ ഒരു സ്പോർട്സിലേക്ക് ഈ ക്യാരക്ടറിനെ അവതരിപ്പിച്ചപ്പോൾ പെപ്പയ്ക്ക് കുറച്ചും കൂടി ഒരു മെയ്വഴക്കവും ഈ സിനിമയ്ക്ക് വേണ്ടി എന്താ പറയുക ബോക്സിങ് പഠിച്ചിട്ട് പിന്നെ ചെയ്ത ആ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു സൂപ്പർ ഡേ. എൻ്റെ അറിവിൽ മലയാളത്തിൽ വേറൊരു നടൻ ഇങ്ങനെ ചെയ്യാൻ പറ്റണ എനിക്ക് മനസ്സിലാലോചിക്കാൻ വയ്യ. ടോവിനെ കൊണ്ട് ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷെ അപ്പോഴും ഞാൻ പറയാണ്, എൻ്റെ മനസ്സിൽ ഇടിപ്പടം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പെപ്പയാണ്. എനിക്ക് എന്നും പെപ്പയുടെ ഇടിപ്പടം ഭയങ്കര ഇഷ്ടപ്പെടുന്നു. അങ്കമാലി ഡയറീസ് തൊട്ട് നമ്മുടെ RDX എല്ലാത്തിനും എനിക്ക് പെപ്പയുടെ ഇടി എന്ന് പറഞ്ഞാൽ കിൻഡൽ ഇടി ആ ഒരു സീനാണ്
എന്നെ അതുകൊണ്ട് ഈ സിനിമ സാറ്റിസ്ഫൈ ചെയ്ത്. ഞാനിപ്പോൾ ഇന്ന് കണ്ട സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഇതാണ്. എന്നിലുള്ളിലുള്ള ഇങ്ങനൊരു സ്പോർട്സ് ഡ്രാമ ഇഷ്ടപ്പെടുന്ന, ഇത് ഡ്രാമ എന്ന് പോലും ഞാൻ പറയില്ല, ഇതിന് അത്രയും ഡ്രാമ ഇല്ല ഈ സിനിമയിൽ. അടിപൊളിയായിരുന്നു. ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ ഐ ലവ് ദിസ് മൂവി. പിന്നെ സിനിമാറ്റോഗ്രഫി, ഇങ്ങനത്തെ ഒരു സ്പോർട്സ് ഡ്രാമ സിനിമ വരുമ്പോൾ സിനിമാറ്റോഗ്രഫി ഈസ് നോട്ട് വെരി ഈസി. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫർ ആരാന്ന് നോക്കട്ടെ. സാലു കെ തോമസ് ആണ് സിനിമാറ്റോഗ്രഫർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാരാന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അഖിൽ ജോർജ് ആയിരിക്കുമെന്നാണ് വിചാരിച്ചു കേട്ടാ, ഐഡന്റിറ്റി ഒക്കെ ചെയ്തിട്ടുള്ള. അങ്ങനെ എനിക്കൊരു ഫീലിംഗ് കിട്ടിയായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെ കുറച്ച് ഫീലിംഗ് കിട്ടി. അതുപോലെ ജസ്റ്റിൻ വർഗീസ് മ്യൂസിക് പോളി കിടിലൻ. ഈ സിനിമ ഏറ്റവും കൂടുതൽ വെലിവേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മ്യൂസിക്കും കൂടിയാണെന്ന് ഞാൻ പറയും. എന്തായാലും കലക്കം പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ബഡ്ജറ്റും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്ക് കിടുവായിട്ട് ഫീൽ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സാധനങ്ങളുണ്ട്, അത് ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിരുന്നെങ്കിൽ കിടു പടമാണ്. പിന്നെ ഇതിൻ്റെ റൺ ടൈം എനിക്കൊന്ന് 2 മണിക്കൂറും ജസ്റ്റ് 19 മിനിറ്റുമാണ്. അപ്പോൾ ആ 19 മിനിറ്റ് എനിക്കൊന്ന്, അല്ലെങ്കിൽ ഒരു 9 മിനിറ്റ് ഇതിനകത്ത് നിർത്ത് മാറ്റിയ കിടിലും പടമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഒരുപാട് മിക്സഡ് ഒപ്പീനിയൻസ് വരാൻ ചാൻസ് ഉണ്ട് ഈ സിനിമയ്ക്ക്. കാരണം ഇങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാരണം ഈ സിനിമ ചിലപ്പോൾ ഒരു ആവറേജ് എന്ന രീതിയിൽ പറയാൻ പോകുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാം സംബന്ധിച്ചിട്ട് ഐ ലവ്ഡ് ഇറ്റ്, ഐ എൻജോയ്ഡ് ഇറ്റ്. പെപ്പെ ബ്രോ കിടുവായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി നിങ്ങളുടെ ആ കഷ്ടപ്പാട് എനിക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റി. അതിനുള്ള ഫലം ഈ സിനിമയിലേക്ക് നിങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് എനിക്ക് ഫീലും ചെയ്തു. വെറുതെ കഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം സിനിമ നന്നാവണമെന്നില്ല, പക്ഷേ എന്തോ എവിടെയൊക്കെ എനിക്ക് ഈ സിനിമ ഞാനായിട്ട് കണക്ട് ആയി. എനിക്ക് ഇങ്ങനത്തെ സിനിമകൾ ഇഷ്ടമാണ്. സുൽത്താൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടപ്പെട്ട പടമുണ്ട്. നമ്മൾ മലയാളത്തിൽ സുൽത്താൻ പോലൊരു പടം ഞാൻ വേറെ കണ്ടിട്ടില്ല. പണ്ട് ഒരു സിനിമ കണ്ടിട്ടുണ്ട്, ലാലേട്ടൻ്റെ ഒരു സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷേ ആ സിനിമയുടെ പേര് പെട്ടെന്ന് ഓർമ്മ ഇരുന്നില്ല. എന്തായാലും അതിനുശേഷം ഇപ്പം ഞാൻ ഓർത്തിരിക്കുന്ന ഒരു ബോക്സിംഗ് പടം ഇതായിരിക്കും കേട്ടോ. സൂപ്പറായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയാം, എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നൊക്കെ അഭിപ്രായം പറയാം. സിനിമ കണ്ടെങ്കിൽ മാത്രം അഭിപ്രായം പറയാം, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ എനിക്കുള്ളത് പൈങ്കിളി എന്നുള്ള സിനിമയുണ്ട്, അതും കൂടെ കണ്ടിട്ട് ഇന്നത്തെ സിനിമ ഞാൻ അവസാനിപ്പിക്കുകയാണ്. 4 സിനിമയാണ്. കാരണം വേറൊന്നുമല്ല, എനിക്ക് ഒരു ഇടം വരെ പോകാനുണ്ട്, കുറച്ച് ദൂരെ യാത്രയാണ്. അപ്പോൾ ഛായ എന്നുള്ള സിനിമ ഞാൻ എന്തായാലും തിരികെ വന്നിട്ട് ഐമാക്സിൽ കാണാമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും പൈങ്കിളി കണ്ടിട്ട് എൻ്റെ അഭിപ്രായം കൂടി ഇട്ടേക്കാം. എനിവേസ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നിങ്ങൾക്ക് ഇന്ന് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ.